കുഴപ്പമില്ല. ഇന്ന് എന്താ മമ്മ അച്ചാറുണ്ടാക്കുന്നേ? ഇന്ന് നേന്ത്രപ്പഴം. അല്ല സോറി, ഇനി എന്താ അച്ചാറുണ്ടാക്കുന്നേ? ഇനി നേന്ത്രപ്പഴം പഴുത്തോണ്ടാണ് അച്ചാറ്. ഇതാരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ മക്കളെ, ഞാൻ ഒരുമിച്ചിട്ടാണ് ഇതൊക്കെ പിടിക്കണേ. ഫോണിൽ പിടിക്കാൻ അമ്മക്ക് അറിയില്ല. അത് പിടിക്കാനുള്ള ആള് വരണം. അപ്പൊ ഒരുമിച്ചിട്ട് പിന്നെ ഇടുമ്പോ വേറെ ക്യാമറമാൻ സ്കൂൾക്ക് പോവാണേ. നേന്ത്രപ്പഴമാണ് കേട്ടോ. നേന്ത്രപ്പഴം നമ്മൾ ഇരുമ്പാമ്പുളി ഇട്ടതിന് കൂടെ ആ ചുവന്നുള്ളി അച്ചാറ് ഒരുമിച്ച് ഇട്ടിട്ട് പിന്നെ ആ ദിവസം അപ്പോൾ തന്നെയാണ് ആ ദിവസങ്ങളിൽ തന്നെ ഒക്കെ ഇടുന്നത്. വേറെ പിടിക്കാനാണ് അച്ചാറ് ടേസ്റ്റ് നോക്കി ഇരുന്നിട്ടാണ് ഗൈസ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ചേരുവകൾ പറ. വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പല, ഉപ്പ്, കാശ്മീരി ചില്ലി, കടുകും ഉലുവയും കായവും പൊടിച്ചത് നമ്മൾ മിക്സിയിലാട്ട പൊടിച്ചത്. ഇത് അച്ചാർ പൊടി, ഇത് മുളകും പൊടി, ഇത് മഞ്ഞപ്പൊടി, എണ്ണ, വിനേഗർ, ഇത് കടുക്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. പഴം. ഇനി ചട്ടി ചൂടായിട്ടോ. ചട്ടി ചൂടായി എണ്ണ ഒഴിക്കൽ ചടങ്ങ്. എണ്ണ ചൂടായി കടുക് ഇടുന്നു. കുറച്ചധികം കടുക്, എനിക്ക് വെറുതെ തിന്നാനാ. കുറച്ചുകൂടെ അച്ചാറിനല്ല എനിക്ക് കഴിക്കാൻ. കടുക് വേറെ തരാം. കടുക് പൊട്ടട്ടെ. എനിക്ക് കടുക് കഴിക്കാൻ വല്ലാതെ ഇഷ്ടമാണ്. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടും. അപ്പോൾ നമ്മൾ കടുക് എന്താ പൊട്ടാത്തത്? ഇത് പൊട്ടണ്ട. പൊട്ടാൻ തുടങ്ങണല്ലോ. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഞാൻ ഇഞ്ചി ഇടുന്നു. ഇഞ്ചി, ജിഞ്ചർ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, ഇഞ്ചി 1 ടീസ്പൂൺ കേട്ടോ. അത് പെട്ടെന്ന് വാടാന് ഒരു ഉപ്പ് ചേർക്കണം. ആരോടും പറയണ്ട, അതൊരു സീക്രട്ടാണ്. വാടാൻ വേണ്ടി വേഗം ഉപ്പ് ചേർക്കുന്നു. ആരോടും പറയണ്ടട്ടാ. ആൾക്കാർക്ക് പറയണല്ലോ, അതാണ് ഇതിന്റെ പരസ്യം. എല്ലാരും ഇങ്ങനെ പറയുന്നത്. ഇനി വേപ്പില ഇടുന്നു. വേപ്പില ഇടുന്നു. ഇളക്കുന്നു. വേപ്പില പൊട്ടിച്ചെടുക്കണം. മൂർത്തിക്ക് പൊട്ടിച്ചെടുക്കണ്ട, സൂക്ഷിക്കണം. അയ്യോ മറക്കോ. ഇനി നമ്മുടെ മുതല് ഇടുന്നു. എണ്ണയിലൊന്ന് വാടണം. ബനാന ഗൈസ്. ബാക്കി ഇളക്കുന്നു. നമ്മളിത് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പഴം വാടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള പൊടികൾ ചേർക്കുന്നു. പൊടികൾ ചേർക്കുമ്പോൾ ഗ്യാസ് സ്ലോയിൽ ഇടണം, അല്ലെങ്കിൽ പൊടി കരിയും. അപ്പോൾ നമ്മുടെ അച്ചാറിന്റെ ടേസ്റ്റ് മാറും. 1 സ്പൂണ് മുളകും പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി കേട്ടോ. പിക്കിൾ പൗഡർ, ചില്ലി പൗഡർ, 1 ടീസ്പൂണ് അച്ചാർ പൗഡർ. അതെ, ഇതെന്താ ഇടണേലൊരു പിഴവ് വന്നു മക്കളെ, പറഞ്ഞത് അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അച്ചാർ പൊടിക്ക് പകരം മുളകും പൊടി പറഞ്ഞു, മുളകും പൊടിക്ക് പകരം അച്ചാർ പൊടി എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടും അച്ചാർ പൊടി പറഞ്ഞ. അതെ, എന്നത് കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ. ഇത് കായും ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ. മുതൽ മിക്സിയിൽ പൊടിച്ചതാണേ. ഇനി നമ്മളിത് ഇളക്കുന്നു.
ഇളക്കലൂടെ ഇളക്കാതെ ഇളക്കലൂടെ ഉമ്മമാനെ പൊടുത്തല്ലേ മുഖം ആൻ്റെ അമ്മ കൊഴിക്കണം. ഇത് പഴം തന്നെ മധുരമാണ്. എന്നാലും നമ്മൾക്ക് തുണ്ട് സീക്രട്ടാണ് കേട്ടോ, ശർക്കര നീര് ഒഴിക്കണം. ശർക്കര നീര് ഗായ്സ്. ഒരു ടീസ്പൂൺ ശർക്കര, ഒരു ടീസ്പൂൺ അല്ല 2 ടീസ്പൂൺ ശർക്കര നീര് ഒഴിക്കുന്നു. തീ സ്ലോവിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ലോവിൽ ഇടണം. പിന്നെ സീക്രട്ട് ആണ് ആരും പറഞ്ഞു കൊടുക്കല്ലേ. പറഞ്ഞു കൊടുക്കാന്നല്ല ഇത് പറയണത്. എന്താ അവരോട് ഇങ്ങനെ പറയണത്? അവർക്കിത് വീഡിയോയിലെ ആൾക്കാർ കണ്ട് ഇതേപോലെ ചെയ്താലല്ലേ ഇതേപോലെ തിന്നാൻ പറ്റുള്ളൂ, ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അങ്ങനെ പറയാമെന്ന് നമുക്കറിയില്ല, പറഞ്ഞോളാം, നിങ്ങൾ പറഞ്ഞോളാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി 2 ടീസ്പൂൺ സുർക്ക, അതായത് വിനേഗർ. കഴിഞ്ഞിട്ട് മക്കളെ കലാപരിപാടി കഴിഞ്ഞു. ഇനി ടേസ്റ്റ് നോക്കാം, നമുക്ക് ആക്കിയാക്കി കൊടുക്കാം. ടേസ്റ്റർ ആഫിയ എന്താന്ന് പറയുക, ഇത് ഒപ്പപ്പെടുന്നത് ഇത് പിടിക്കാനൊന്നും അറിയില്ല മക്കളെ. ഇനി ഇത് യൂട്യൂബിൽ ഇടാനും അറിയില്ല, അതിന് വേറെ ആൾ വരണം മക്കളെ. അതിന് ഞാൻ തന്നെ മതി. ഇതന്നെ മതിയോ? അന്ന് വേഗം ഉണ്ട് യൂട്യൂബിൽ വരി അയച്ചിട്ട് ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കുന്നു എന്താ 4 ഉള്ളോ, പിന്നെന്താ ഇടാത്തത്. മക്കളെ ഇതൊക്കെ ഉണ്ടാക്കാനറിയുള്ള, യൂട്യൂബിൽ ഇടാനും ഫോണിൽ പിടിക്കാനൊന്നും അറിയില്ല. വയസ്സായ തള്ളല്ലേ മക്കളെ, 19 വയസ്സായി. ഉമ്മ ഓൾഡ് തന്നെ ആവല്ലേ. ഇനിയും പല പല അച്ചാറുകൾ വരും കേട്ടോ. ഇനി ആഫിയ ടേസ്റ്റ് നോക്കുന്നു. അതിന്റെ ടേസ്റ്റിംഗ് പാത്രം 2 അച്ചാറും ഉണ്ട്. കറക്റ്റാട്ടോ, ഉപ്പും മുളകൊക്കെ ഇട്ട പിന്നെ കറക്റ്റാ. പിന്നെ പേണ്ടൊന്നും ചേർക്കേണ്ടി വരും. ചൂടുണ്ടോ? ചൂടുണ്ട് പറയണ്ടേ. അതിനൊന്നും അങ്ങനെയും പറ്റിക്കണം. ഇനി അടുത്ത അച്ചാറിനൊന്നും നിൽക്കാൻ നേരമില്ല, ഇവിടെ ഇഷ്ടമായി തുടങ്ങി. ചൂടാറിയിട്ടുണ്ട്, നമ്മൾ തിന്നാൻ പോവുകയാണ് ഗായ്സ്. ചൂട് മാറിയിട്ടില്ലേ? വെരി വെരി ബിഗ് മിസ്റ്റേക്ക്. മക്കളെ തെറ്റ് പറ്റി മമ്മക്ക്. കാരണം ഉപ്പിടാൻ മറന്നു, കൂട്ടി വെക്കുമ്പോഴാണ്. പിന്നെ നമ്മൾ ഇത് ഇഞ്ചിയും പച്ചമുളകും വാട്ടുമ്പോൾ ഒത്തിരി ഉപ്പുണ്ടായിരുന്നു, അത് കാരണം ടേസ്റ്റ് ഉണ്ട്. എന്നാലും പോരാത്തത് നമ്മുടെ വിനീഗറും മുളകൊക്കെ ചേരുമ്പോൾ അതിന് പറ്റിയൊരു ഉപ്പ് വേണ്ടേ, അത് കാരണം. ഇനി നമ്മുടെ ടേസ്റ്റ് നോക്കൽ പരിപാടി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. മധുരമച്ചാർ സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്, സൂപ്പർ.